പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും റോഡ് മാപ്പൊക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ എക്സാമിൻ്റെ അടുത്ത ദിനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എക്സാം ദിവസങ്ങളിലും ഈ ഒരുക്കത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ട് കാണും. ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുക. ഒന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ സമയങ്ങളിൽ കൂടുതൽ നമ്മുടെ ബ്രെയിൻ സെൽസിനെ റിജുനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇലവർഗ്ഗങ്ങൾ ഉള്ള ഇല ഭക്ഷണങ്ങളിൽ കൂടുതൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ഫ്രൂട്ട്സുകൾ, പഴവർഗ്ഗങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ശരീരത്തെ മാക്സിമം വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഒന്നാമത്തെ കാര്യം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടൊരു മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. പഠിച്ചാൽ നമുക്ക് എക്സാമിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഉത്കണ്ഠപ്പെടേണ്ട യാതൊരു വക കാര്യങ്ങളില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ സ്റ്റഡി മെഡിറ്റേഷനൊക്കെ ക്രമപ്പെടുത്തുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. അതൊക്കെ എല്ലാ ദിവസവും കേൾക്കാനും അതൊക്കെ കേട്ട് വായിച്ചൊക്കെ കഴിയുമ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രെയിനിൽ ക്രിയേറ്റ് ആയിക്കോളും. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ പരീക്ഷയുടെ തലേദിവസം നമ്മൾ രാത്രിയാമങ്ങളിൽ മുഴുവനും ഉണർന്നിരുന്ന് പഠിക്കും. ആ ഒരു സിസ്റ്റമേ മാറ്റിയേക്കണം. നമ്മൾ ഈ റോഡ് മാപ്പൊക്കെ ഫോളോ ചെയ്താൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റും. നമുക്കറിയാം, പരീക്ഷ നമുക്ക് പിറ്റേ ദിവസം നമ്മൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ നമ്മുടെ ബ്രെയിനെ പ്രൊഡക്റ്റീവായിട്ട് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തലേദിവസം ഉറങ്ങിയില്ലെങ്കിൽ ബ്രെയിനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് വെക്കാൻ പറ്റില്ല. എക്സാം ദിവസം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റിവൈസ് ചെയ്യുക, സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു 7-8 മണിക്കൂർ സുഖമായിട്ട് എക്സാമിൻ്റെ തലേദിവസം കിടന്നുറങ്ങുക. അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പേരൻസ്, മമ്മിമാർ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരും. പക്ഷേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ പെട്ടെന്ന് ആകെ ടെൻഷനൊക്കെ പിടിച്ചോടും. പക്ഷേ നമ്മൾ ബ്രെയിനെ പ്രൊഡക്റ്റീവായിട്ട് വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഹെൽത്തി ഫില്ലിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം എക്സാമിനായിട്ട് പോകാനായിട്ട്. ആ കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ എക്സാം ഹോളിൽ സമയത്ത് എത്താനായിട്ട് നോക്കുക. ആ രീതിയിൽ നമ്മുടെ സമയത്തെ ക്രമപ്പെടുത്തണം. അതുകൊണ്ട് നമുക്കറിയാം, നമ്മൾ എക്സാമിൻ്റെ ഹോളിലേക്ക് ചെന്ന് നമ്മൾ കാണുന്നതാണ് പിള്ളേരെല്ലാം പുസ്തകം എടുത്ത് ഇങ്ങനെ മറിച്ച് നോക്കുന്നു, അല്ലേ? ഭയങ്കര ആ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. ആ സമയത്ത് നമ്മൾ വളരെ റിലാക്സ് ചെയ്യുക, ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒക്കെ ചെയ്ത് വളരെ റിലാക്സ് ചെയ്യുക. എക്സാം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും നമ്മളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന്, നമ്മുടെ ആ ഒരു ടെൻഷൻ ലെവലിനെയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നിട്ട് ശരിക്കും നല്ലൊരു ഡീപ്പ് ബ്രെത്ത് എടുക്കണം. ബ്രീത്ത് എടുത്ത് നമ്മളോട് പറയണം മൈസെൽഫ്, നമ്മുടെ പേരെന്താണെങ്കിൽ മൈസെൽഫ് ജിൻഡോ, ഐ ആം ഇൻ്റലിജൻറ്റ്, ഐ ആം ഗോയിങ് ടു ക്രാക്ക് 90% ഫോർ ദിസ് എക്സാമിനേഷൻസ്. നമ്മൾ ഇൻ്റലിജൻ്റ് ആണ്, ഞാൻ 90% ഇതിൽ സ്കോർ ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വയം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എക്സാം എഴുതാനായിട്ട് തുടങ്ങുക. ഒരു സ്നേഹമുള്ള കൂട്ടുകാരെ, കൊച്ചു ടിപ്പുകളാണ്. ഈ ടിപ്പുകളൊക്കെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, ചെറിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് സ്കൂളിൽ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ലഭിച്ചിട്ട് കാണും. ഇത് ഈ ഒരു സെഷനൊക്കെ കിട്ടുമ്പോൾ നമ്മൾ മാത്രം കേട്ടാൽ പോരാ. ഏതൊക്കെ നമുക്കറിയാം ഇവിടെ കൂട്ടുകാരൊക്കെ പഠിക്കുന്നവർ കാണും, അവർക്കൊക്കെ അയച്ചു കൊടുക്കാനും. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ലഭിച്ചിട്ട് കാണത്തില്ല. എല്ലാ സ്കൂളുകളും ചിലപ്പോൾ ഓറിയൻറ്റേഷൻ ലഭിച്ചെന്ന് കാണത്തില്ല, നമുക്ക് പേഴ്സണലായിട്ട് കിട്ടിയെന്ന് പറഞ്ഞില്ല. അത് മാക്സിമം ഇത് എത്തിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നല്ലൊരു എക്സാം ദിനങ്ങൾ ആശംസിക്കുകയാണ്. ഈ എക്സാമിൻ്റെ അടുത്തൊരുക്ക ദിനങ്ങളിൽ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് വഴിയായി നമ്മുടെ ബ്രെയിനെ വളരെ പ്രൊഡക്റ്റീവായിട്ട് നിർത്താനും വളരെ നല്ലൊരു ഔട്ട്പുട്ട് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള നല്ലൊരു പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.